ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിന് പുതിയ ദേശീയ ഭീകരവിരുദ്ധ നയം പ്രഹാർ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ശബരിമല വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നേറ്റിവിറ്റി കാർഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരളത്തിന്റെ സുസ്ഥിര വികസന നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ദുരിതബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം അടുത്ത മാസത്തേക്ക് നീട്ടിവച്ച് സംസ്ഥാന സർക്കാർ. കേരള പോലീസിന്റെ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിർഭയ നിശ പദ്ധതിക്ക് നാളെ തുടക്കം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രത്തിൽ 10 ദിവസത്തെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിന് പുതിയ ദേശീയ ഭീകരവിരുദ്ധ നയം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പ്രഹാർ എന്ന് പേര് നൽകിയിരിക്കുന്ന നയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. എല്ലാ രൂപത്തിലുമുള്ള ഭീകരപ്രവർത്തനങ്ങളെ ചെറുക്കുകയാണ് പ്രഹാറിന്റെ ലക്ഷ്യം. ഭീകരാക്രമണത്തിന് ഇരയായവരോടൊപ്പമാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്നും ആക്രമണങ്ങൾ ഒരു രീതിയിലും ന്യായീകരിക്കാനാകില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണ അപഹരണ വിഷയം വീണ്ടും ഉന്നയിച്ചാണ് പ്രതിപക്ഷം ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു. ബഹളത്തിനിടെ നേറ്റിവിറ്റി കാർഡ് ബിൽ മന്ത്രി കെ രാജൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല വിഷയത്തിൽ യാതൊരു തെളിവുമില്ലാതെയാണ് തന്ത്രിക്കെതിരെ കേസെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തന്ത്രിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ഇടുക്കിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് അയ്യപ്പ ജ്യോതി തെളിയിക്കുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അറിയിച്ചു. വയനാട് ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ നീട്ടിവച്ചു. അടുത്ത മാസം 1-ാം തീയതി 3 മണിക്കാണ് ഉദ്ഘാടനം. ഈ മാസം 25-നായിരുന്നു ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത്. അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കാൻ അല്പം കൂടി സമയം ആവശ്യമുള്ളതുകൊണ്ടാണ് ഉദ്ഘാടനം മാറ്റിയത്. കേരളം മുന്നോട്ട് വയ്ക്കുന്ന സുസ്ഥിര വികസന നേട്ടങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹരിത കേരളം മിഷന്റെ ദേശീയ പരിസ്ഥിതി സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിനാകെ സുസ്ഥിര വികസന മാതൃക എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ മെട്രോ മുതൽ വയനാട് തുരങ്കപാത വരെ അത്തരം പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വികസനത്തിന്റെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതിനൊപ്പം ഭാവി തലമുറയ്ക്കു വേണ്ടി നമ്മുടെ പ്രകൃതിയെയും പ്രകൃതി സമ്പത്തുകളെയും കരുതി വെക്കുക എന്നതുകൂടി നാം ലക്ഷ്യം വെച്ചു. നെറ്റ് സീറോ പദവി നേടിയ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി 12-ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ സർക്കാർ നിയമിച്ചു. മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയിയാണ് ചെയർമാൻ. ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറി വി ആർ ശോഭ കമ്മീഷൻ സെക്രട്ടറിയായി പ്രവർത്തിക്കും. റിപ്പോർട്ട് 3 മാസത്തിനകം ലഭ്യമാക്കാനാണ് നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖത്ത് 2000 കോടി രൂപയുടെ ബൃഹത്തായ പൊതുമേഖലാ ലോജിസ്റ്റിക്സ് പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച് വിവിധ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ധാരണാപത്രം ഒപ്പുവച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. വെറുമൊരു തുറമുഖ നിർമ്മാണം എന്നതിനപ്പുറം വിഴിഞ്ഞത്തെ പൂർണ്ണതോതിലുള്ള സാമ്പത്തിക വികസന കേന്ദ്രമാക്കി മാറ്റുകയാണ് ധാരണാപത്രം ഒപ്പുവച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തിക്കുമ്പോഴും അവിടെ എത്തുന്ന കപ്പലുകൾക്കാവശ്യമായ ഇന്ധനം, യാർഡുകൾ, ചരക്ക് നീക്കാനുള്ള റെയിൽ ഗതാഗതം എന്നീ തന്ത്രപ്രധാന സംവിധാനങ്ങൾ പൊതുമേഖലയിൽ തന്നെ സർക്കാർ ഉറപ്പാക്കും. ചരക്ക് കൈമാറ്റത്തിലെ കുത്തകവൽക്കരണം തടഞ്ഞ വ്യാപാരികൾക്ക് ന്യായമായ നിരക്ക് ലഭ്യമാക്കാനും രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനും ഈ വികസന മാതൃക വഴി സാധിക്കും. കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം മാനവ വിഭവശേഷിയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കൊച്ചിയിൽ സ്വകാര്യ മാധ്യമ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളുമായി ദീർഘകാല വ്യാപാര ബന്ധത്തിന്റെ ചരിത്രമാണ് കേരളത്തിനുള്ളതെന്നും രാജ്യത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സമുദ്ര വിഭവശേഷി സംസ്ഥാനത്ത് ധാരാളമുണ്ടെന്നും ശ്രീ കിരൺ റിജിജു പറഞ്ഞു. കോഴിക്കോട് വലിയങ്ങാടിയിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4 കോഴിക്കോട് സ്വദേശികളായ ജബ്ബാർ, അഷറഫ്, ബഷീർ, വിനോദ് എന്നിവരാണ് മരിച്ചത്.
സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,00,000-ലധികം പേർ ഉൾപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന പോലീസിന്റെ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിർഭയ നിശ പദ്ധതിക്ക് നാളെ തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ച് യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന സുരക്ഷാ വെല്ലുവിളികൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണിത്. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം ക്ലസ്റ്ററിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായും ഓഫീസ് മേധാവിയായും കെ സുബ്രഹ്മണ്യൻ അയ്യർ ഇന്ന് ചുമതലയേറ്റു. 1998 ബാച്ച് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിലെ ഉദ്യോഗസ്ഥനായ അദ്ദേഹം രാജ്യത്തുടനീളം ദൂരദർശനിലും ആകാശവാണിയിലും വിവിധ പദവികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആകാശവാണി ദേവികുളം സ്പൈസ് FMന്റെ 32ാം വാർഷികാഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ നടന്നു. പ്രക്ഷേപണ രംഗത്ത് പ്രാദേശിക തനിമ നിലനിർത്തിക്കൊണ്ട് സ്പൈസ് FM നടത്തുന്ന ഇടപെടലുകൾ പ്രശംസനീയമാണെന്ന് വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യവേ ദേവികുളം സബ് കളക്ടർ ആര്യ VM പറഞ്ഞു. തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് തുടക്കമായി. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. പൊങ്കാല ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ തോറ്റംപാട്ടും ആരംഭിച്ചു. അടുത്ത മാസം 3-നാണ് ആറ്റുകാൽ പൊങ്കാല. കുട്ടികളുടെ കുത്തിയോട്ടവ്രതം മറ്റന്നാൾ തുടങ്ങും. പ്രസിദ്ധമായ ആലപ്പുഴ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം പുരോഗമിക്കുന്നു. കുത്തിയോട്ട സമർപ്പണത്തിന് ശേഷം കെട്ടുകാഴ്ചകളുടെ വരവ് തുടങ്ങി. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓണാട്ടുകരക്കാർ ഒരുക്കിയിട്ടുള്ള ദൃശ്യവിസ്മയമായ കെട്ടുകാഴ്ചകളുടെ വരവ് കാണാൻ പതിനായിരങ്ങളാണ് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. 6 കുതിര, 5 തേര്, ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി എന്നീ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിന് സമീപം പലയിടങ്ങളായി എത്തി നിൽക്കുകയാണ്. ഓരോ കരക്കാർക്കും അനുവദിച്ചിട്ടുള്ള മുറയനുസരിച്ച് ഈ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. പുലർച്ചെ ദേവിയുടെ എഴുന്നള്ളത്തോടെയാണ് ഇക്കൊല്ലത്തെ കുംഭഭരണി മഹോത്സവം സമാപിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിലും ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിലും പ്രതിഷേധിച്ച് ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ നാളെ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുമെന്ന് KGMOA. ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നേരെയുണ്ടായ അതിക്രമം ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമാണെന്നും അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ലക്ഷദ്വീപിൽ എല്ലാ ബുധനാഴ്ചകളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്ന നോ വെഹിക്കിൾ ഡേ ഉത്തരവ് റംസാൻ മാസം അവസാനിക്കുന്നതുവരെ നടപ്പിലാക്കില്ലെന്ന് ഭരണകൂടം കേരള ഹൈക്കോടതിയിൽ അറിയിച്ചു. നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ദ്വീപ് ഭരണകൂടം സത്യവാങ്മൂലത്തിലൂടെ തീരുമാനം അറിയിച്ചത്. വിഷയത്തിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഹർജി അടുത്ത മാസം 16-ലേക്ക് മാറ്റിവച്ചു. ICC പുരുഷ T20 ലോകകപ്പിൽ സിംബാബ്വെ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ അടുത്ത മാസം 4 മുതൽ 6 വരെ പത്തനംതിട്ട ജില്ലയിലെ പന്തളം വില്ലേജ് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് passportindia.gov.in എന്ന വെബ്സൈറ്റിലൂടെ പാസ്പോർട്ട് സേവാ വാനിലെ സേവനത്തിനായി ബുക്ക് ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിന് പുതിയ ദേശീയ ഭീകരവിരുദ്ധ നയം പ്രഹാർ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ശബരിമല വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നേറ്റിവിറ്റി കാർഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരളത്തിന്റെ സുസ്ഥിര വികസന നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ച് സംസ്ഥാന സർക്കാർ. കേരള പോലീസിന്റെ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിർഭയ നിശ പദ്ധതിക്ക് നാളെ തുടക്കം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രത്തിൽ 10 ദിവസത്തെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.